സുഹൃത്തുക്കളെ, എന്റെ കുട്ടിക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഒരു പൈലറ്റ് ആവുക എന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്നേഹവും ലാളനയും കൊണ്ട് ഞാനൊരു പൈലറ്റ് മാത്രമല്ല, എയർലൈൻസിന് ഒരു മുതലാളിയായി നിങ്ങൾ എന്നെ മാറ്റിയിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു കള്ളനും തെണ്ടിയും ഒക്കെ ആയ ഇവൻ പൈലറ്റായി മാറിയത് എങ്ങനെയാണ്? എനിക്കും തോന്നുന്നുണ്ട് ഇവനൊരു കള്ളനല്ലേ. എന്തോ തരികട നടന്നിട്ടുണ്ട്. ഒരു വലിയ മോഷ്ടാവായിരുന്ന ഞാൻ ഇപ്പോൾ ഒരു പൈലറ്റ് ആവണമെങ്കിൽ അതിന് കാരണം ചിങ്കം സാർ മാത്രമാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു തന്നത്, മൈ ഡിയർ ജോൺ, നീ പഠിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കൂ, എന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ. ഒരു അനുജനോടുള്ള സ്നേഹം തന്നാണ് അദ്ദേഹം എന്നെ കരകയറ്റിയിരിക്കുന്നത്. അതിന്റെ ഫലമായാണ് എനിക്കിപ്പോൾ ഒരു വലിയ പൈലറ്റായി മാറാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ ഓർഡറുമായിരിക്കുകയാണ്. ഐ സല്യൂട്ട് ചിങ്കം സാർ. താങ്ക് യു ജോൺ. എനിക്ക് ചിങ്കം സാറിനോട് ഒരു അപേക്ഷയുണ്ട്. ഈ തേങ്ങയുടച്ച് നമ്മുടെ എയർലൈൻസ് സ്റ്റാർട്ടാക്കി വിടണമെന്ന്. എല്ലാവരെ കുറിച്ച് അകലം പാലിക്കുക പ്ലീസ്. തേങ്ങ ഉടച്ചതിനു ശേഷം നമ്മൾ യാത്ര ആരംഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം എയർക്രാഫ്റ്റിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. പാസഞ്ചേഴ്സ് എല്ലാവരും ഫ്ലൈറ്റിനകത്തേക്ക് കയറിക്കൊള്ളുക. ഓൾ ദ ബെസ്റ്റ് ജോൺ, എന്റെ പൊന്നു സഹോദര. എന്റെ അമ്മോ, സ്റ്റോപ്പ് ദ ഫ്ലൈറ്റ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. സ്റ്റോപ്പ്. എന്റെ അമ്മോ. എന്റെ ഫുർഫ്രീ നഗരത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഈ ജോൺ സ്വാഗതം ചെയ്യുന്നു. പൈലറ്റിന്റെ പേരാണ് ജോൺ ദി ഡോൺ. സോറി, ഡോണില്ല, ജോൺ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ കൂടെ ചിറ്റയുണ്ട്. മാത്രമല്ല നമ്പർ 1ഉം നമ്പർ 2ഉം ഉണ്ട്. ജോണ്, ഈ പ്ലെയിന് മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് വന്ന് ഞങ്ങൾ ആകാശത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകും. ഏയ്, ഏയ്, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചോളൂ. ഫ്ലൈറ്റ് പൊങ്ങാൻ പോവുകയാണ്. ഈ സീറ്റ് ബെൽറ്റ് ശരിയല്ല കേട്ടോ, എനിക്കിത് ഇടാൻ പറ്റുന്നില്ല. സീറ്റ് ബെൽറ്റ് പഴയതാന്നാ തോന്നുന്നേ, ശരിക്കും ഫംഗ്ഷൻ ആവുന്നില്ല.